വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. വാട്സാപ്പിലെ പ്രൊഫൈൽ പിക്ചറിൽ, അതായത് DPയിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഏതാണ് ആ അപ്ഡേറ്റ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു വാട്സാപ്പ് ഇവിടെ തുറന്ന് കാണിച്ചു തരാം. വാട്സാപ്പ് തുറന്നു, ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ സെറ്റിംഗ്സ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പെന്നിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകളായിരിക്കും നമുക്ക് കാണുക: ക്യാമറ, ഗാലറി, അവതാർ. ഈ 3-ൽ കൂടാതെ മറ്റൊരു ഓപ്ഷനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബേക്ക് വരികയാണ്. ബേക്ക് വന്നിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്കും ഇതുപോലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ വാട്സാപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തു, വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ പ്രൊഫൈൽ പിക്ചറിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. വീണ്ടും ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ 4 ഓപ്ഷനുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് AI ഇമേജ് എന്ന പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഇവരായിട്ട് നമുക്ക് ഒരുപാട് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ബേബി വിത്ത് എലിഫൻറ്റ് എന്നാണ്. ഓക്കെ, നമുക്ക് ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഏത് രൂപത്തിലുള്ള പിക്ചറാണ് ഇവർ ജനറേറ്റ് ചെയ്ത് തരുന്നത് എന്ന്. ഇവിടെ ജനറേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നമുക്ക് ആ പ്രൊഫൈൽ പിക്ചർ റെഡിയാക്കി തരും. കേട്ടോ, ഒരു കുട്ടി ആനയുടെ അടുത്ത് ഇരിക്കുന്ന രൂപത്തിലുള്ള 2-3 പിക്ചറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പിക്ചറുകളാണ് ഇവർ നൽകുന്നത്. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് DP ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ ഒരു പിക്ചർ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു പിക്ചർ തന്നെ ഞാനിപ്പോൾ ഇവിടെ DP ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള DP, നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് ഇവർ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു പുതിയൊരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ടുള്ള നല്ലൊരു പ്രൊഫൈൽ പിക്ചർ AI തന്നെ നമുക്ക് വാട്സപ്പിലൂടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.